എപ്പോഴാണ് കഷ്ടകാലം തുടങ്ങുന്നതെന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ കാര്യം. പുള്ളിക്കാരൻ ഓൾറെഡി ഈ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള പ്രശ്നം, ഡയറക്ടേഴ്സുമായിട്ടുള്ള പ്രശ്നം, കോ ആക്ടേഴ്സുമായിട്ടുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഓൾവേസ് എയറിലായിരുന്നു. അതിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ആൾക്കാരൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമായിരുന്നു. അപ്പോഴാണ് ഗുളികൻ കയറിയ നേരത്ത് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ മഹിമ നമ്പ്യാരുടെ കൂടെ ഇരുന്ന് ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ടുള്ള ഒരു തമാശ പറയാനിടയായത്. എനിക്ക് ഷെയ്ൻ മഹിമ കോംബോ ആണ് ഇഷ്ടം. എനിക്ക് അല്ല, പക്ഷെ ഞാനൊരു ഒരു മഹി അല്ല ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി അതിന്റെ ആളാണ്. അല്ല അതുണ്ട് ശരിക്കും അങ്ങനെ ഇപ്പൊ അങ്ങനെയുള്ള ഷോർട്ടാണല്ലോ ഫഫ. തമാശയാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോലും അത് തമാശയായിരുന്നു എന്നുള്ളത് ഉണ്ണി മുകുന്ദൻ ഫാൻസ് വിശ്വസിക്കാത്തതുകൊണ്ട് അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ്. പിന്നീട് ഷെയ്ൻ നിഗം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ ഉണ്ണി മുകുന്ദനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരികയും അതിനുശേഷം പിന്നെ ട്രോളും ബഹളവും തെറിപറച്ചിലും ഒക്കെ ആയിട്ട് അതങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ മാർക്കോ കയറി 100 കോടി അടിക്കുകൂടി ചെയ്തതോടെ ഷെയ്ൻ നിഗത്തിൻ്റെ കഷ്ടകാലം ഡബിളായി. സോഷ്യൽ മീഡിയയിൽ പിന്നെ ഷെയ്ൻ നിഗത്തിനെതിരെയുള്ള പരിപാടികൾ അങ്ങോട്ട് ഊർജിതമായി. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു സിനിമ റിലീസാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂർച്ഛിച്ചിരിക്കുന്നൊരു സമയത്ത് ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു പടം റിലീസായാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയില്ല. നല്ല രീതിക്ക് പണി വാങ്ങി കൂട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഉണ്ണി മുകുന്ദൻ ഫാൻസ്. അപ്പോൾ ഷെയ്ൻ നിഗമായിട്ട് ഇങ്ങനൊരു കാര്യം ഇട്ട് കൊടുക്കുക കൂടി ചെയ്തത് കൂടെ നല്ല ബേഷ കിട്ടുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ ഫാൻസിൻ്റെ കയ്യിൽ നിന്ന്. എന്തായാലും കഷ്ടകാലം കുറച്ചു കാലം കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കാം.